വെൽക്കം മൈ പീപ്പിൾ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ റഷ്യൻ വീഡിയോ വ്ളോഗ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. നമ്മൾ മുന്നേ ഒരു FNQ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മുടെ ട്രാവലിംഗ് വീഡിയോസും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഞാനും വൈഫും ഞങ്ങളുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ് ഞങ്ങൾ ഈ ട്രാവൽ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങളെന്താ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമിറേറ്റ്സ് 380യുടെ എൻജിനെക്കുറിച്ച് കൂലങ്കഷിതമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല എന്തും അതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും, പക്ഷേ ബാക്കിൽ നിന്ന് ഡിസ്കഷൻ കണ്ടാൽ നമ്മളാണ് അത് കണ്ടുപിടിച്ചതെന്ന് പോലെ തോന്നും. അതിൻ്റെ ഭയങ്കരമായ ഡിസ്കഷനാണ്. ഇപ്പോൾ ജിനോ ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി, ഓപ്പറേഷൻ ടെക്നിക്കാലിറ്റി എല്ലാം. അപ്പോൾ എന്തായാലും വെൽക്കം ടു അവർ വ്ളോഗ്. ലെറ്റ്സ് കണ്ടിന്യൂ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും സമയം കുറച്ചായപ്പോൾ എല്ലാവരും ഫ്ലൈറ്റ് കയറി. നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി. പിന്നെ കുറച്ച് പ്രശ്നം ഉണ്ടാവുമല്ലോ വീഡിയോസ് എടുക്കൽ. ഞാൻ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുകയായിരുന്നു ഷംസിൻ്റെ അടുത്ത്. അങ്ങനെ അവിടുന്ന് കുറച്ചിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കലും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ ഞാൻ എണീറ്റപ്പോഴത്തേനും കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഒരു 6 hours കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ എത്തി, എയർപോർട്ടിലെത്തി, റഷ്യ എയർപോർട്ടിലെത്തി. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് മോസ്കോ എയർപോർട്ടിൽ എത്തിയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ് എടുക്കുന്നതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട്സ് വീഡിയോസ് നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വ്ളോഗിൽ മൊത്തം കുറേ പോർട്രേറ്റ് വീഡിയോസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പ്ലീസ് ബെയർ വിത്ത് മീ. മോസ്കോ എയർപോർട്ടിൽ നിന്ന് മോസ്കോ സെൻട്രലിലോട്ട് പോകാൻ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെടുത്തത് എയറോ എക്സ്പ്രസ് എന്നുള്ള ട്രെയിൻ ഓപ്ഷൻ ആയിരുന്നു. അതൊരു 40-45 മിനിറ്റ്സ് എടുക്കും മോസ്കോ എയർപോർട്ടിൽ നിന്ന് മോസ്കോ സെൻട്രലിലോട്ട് പോകാൻ. ഇതാണ് ശരിക്കും ട്രെയിനിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അത്യാവശ്യം നല്ല ക്ലീനാണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളി യാത്രയായിരുന്നു ഒരു 45 മിനിറ്റ്സിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 1 ഇൻ മോസ്കോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഇറങ്ങിയ സീനാണ്. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തപ്പിയുള്ള യാത്രയിലാണ്. നമ്മൾ നിന്ന് ഹോട്ടലിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളാണിത്. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോസ്കോയിൽ മൊത്തം മെട്രോ ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ്. ഇതാണ് അവരുടെ ടിക്കറ്റിംഗ് മെഷീൻസ്. അപ്പം നമുക്ക് ആക്ച്വലി അവിടുന്ന് മെഷീൻ വഴി കാർഡ് വെച്ച് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് വെച്ചും എടുക്കാം. ഇതാണ് മെട്രോയുടെ ഒരു മുൻവശം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു സൈഡ് വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിംഗ് ഓഫീസിൽ എത്താൻ പറ്റും. അവിടെ നിന്നാണ് നമ്മൾ ആ 3 ദിവസത്തിൻ്റെ പാസ് എടുത്തത്. ഇവിടുത്തെ ഈ ലേഡി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ കാർഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുത്തെ പോലെ തന്നെ ആക്സസ് സിസ്റ്റം ഉണ്ട്. ഇതാണ് മെട്രോയുടെ ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള ദൃശ്യങ്ങൾ. അവിടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ മാപ്പും സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് മെട്രോ എടുക്കാവുന്നതാണ്. ഇത് പിന്നെ നമ്മൾ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ മെട്രോ ഇതാണ് നിങ്ങൾ കാണുന്നത്, റഷ്യൻ മെട്രോ ലൈഫ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. നമുക്ക് വരേണ്ട മെട്രോയിൽ കയറിയിട്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ വന്ന 2-3 ഷോട്ട്സാണ് ഇത് ട്രെയിനിൻ്റെ. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒരു ട്രെയിൻ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി എടുത്തതാണ്. റഷ്യ അല്ലേ, പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ, എല്ലാത്തിലും ഒരു ചുവപ്പിൻ്റെ മിക്സ് ഉണ്ടാവും. കണ്ടില്ലേ അവരുടെ ട്രെയിനൊക്കെ നല്ല ചൊക എന്നിരിക്കുന്നത്. പിന്നെ ക്ലൈമറ്റൊക്കെ അത്യാവശ്യം, ഇപ്പോൾ നമ്മൾ പോയത് ഒരു ഓഗസ്റ്റ് മന്തിലായിരുന്നു. ക്ലൈമറ്റൊക്കെ ഒരു 15-16 ഡിഗ്രി ആണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ നല്ല ബ്രീസിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജാക്കറ്റൊക്കെ ക്യാരി ചെയ്യാൻ ഞാൻ അഡ്വൈസ് ചെയ്യും. ഒരു 8 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. ഇതെൻ്റെ വൈഫിൻ്റെ പ്രഹസനം. മെട്രോയുടെ മുന്നിലോട്ട് ചാടാനുള്ളൊരു ശ്രമമാണ്. പിന്നെ അവൾ കണ്ടിന്യൂ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പോകാനുള്ള ട്രെയിൻ എത്തി. ഇതാണ് ട്രെയിനിൽ നിന്നുള്ള സിറ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഭയങ്കര ഹൈ ഫണ്ട ബിൽഡിങ്സ് ഒന്നും നമ്മളവിടെ കണ്ടില്ല. ഇത് അയറിൻ്റെ സൈഡ് വ്യൂ ആണ്. ബിൽഡിങ്സൊക്കെ നോക്കിയാലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ സോവിയറ്റ് കൺസ്ട്രക്ഷൻ്റെ ഒരു ബ്യൂട്ടി എപ്പോഴും കാണാൻ പറ്റും. പിന്നെ ഇന്ന് ഭയങ്കര നല്ല ബ്രൈറ്റ് ഡേ ആയിരുന്നു, ബ്രൈറ്റ് ആൻഡ് സണ്ണി എന്ന് പറയാം. പക്ഷേ സണ്ണി ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു 8-9 ഡിഗ്രി അത്രയേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ റഷ്യയിൽ ഇസ്മൈലോവോ ക്രെംലിൻ ആണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ട്രെയിൻ ഇറങ്ങിയിട്ടുള്ള യാത്ര. പോകുന്ന വഴിക്കൊക്കെ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്.
അപ്പോൾ അവിടെയൊക്കെ നിന്നും കണ്ടും ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം എന്നുള്ളൊരു ഡിസിഷനിലാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേര് ഓർത്ത് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റഷ്യൻ പ്രൊനൗൺസിയേഷൻ അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പലതും നമ്മൾ റീകളക്ട് ചെയ്യുമ്പോൾ മൈൻഡിലോട്ട് വരുന്ന പോലും ഇല്ല. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇസ്മൈലോവോ ക്രെംലിൻ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ആ പച്ചയും വെള്ളയും ചുവപ്പും നീലയൊക്കെ കൂടിയിട്ടുള്ള ബിൽഡിങ്. അത് അടുത്തെത്തും തോറും അതിൻ്റെ ബ്യൂട്ടി കൂടി വന്നിട്ടേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഇത് നമ്മൾ കണ്ടത്. ഇത് എന്ത് ഡ്രിങ്കാണെന്ന് മനസ്സിലായില്ല. ഈ അമ്മച്ചിയാണത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ വാങ്ങുന്നൊക്കെ ഉണ്ട് അവിടെ നിന്ന്, പക്ഷേ ഐ കുഡിൻ ഫിഗർ ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. ഇത് പിന്നെ നമ്മളവിടെ ഒരു വോഡ്ക മ്യൂസിയം കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ വോഡ്ക ഈസ് ഫൗണ്ട് ബൈ റഷ്യൻസ് ഓൺലി. അതായത് വോഡ്ക കണ്ടുപിടിച്ചതിന് റഷ്യൻസാണ്. അപ്പോൾ വോഡ്കയ്ക്ക് അവരുടെ ലൈഫിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളിത് അവിടെ കണ്ടിട്ടുള്ളൊരു മ്യൂസിയം ആയിരുന്നു കംപ്ലീറ്റ്ലി ഫോർ വോഡ്ക. അതായത് ഒരുപാട് ഫ്ലേവർ ഉള്ള വോഡ്ക, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല ടൈപ്പിലുള്ള വോഡ്കാസ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പല ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഉണ്ട് പല സാധനങ്ങളുടെയും. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അവിടെ ഒരു ചീസിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ ടേസ്റ്റിങ്ങിനും സ്ഥലമുണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ ചെയ്യാം. നമ്മളൊന്നും കാണാത്ത ടൈപ്പ് പല ടൈപ്പിലുള്ള ചീസുകളുണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാർ വന്ന് വാങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളും കുഞ്ഞു ഷോപ്പുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളും അവിടെ നിന്ന് കുറേ ചീസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടി. നല്ലതുണ്ടായിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഒരു ക്യാൻഡിൽ ഷോപ്പിലായിരുന്നു. ഇവിടെ പല ടൈപ്പിലുള്ള ക്യാൻഡിൽസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ ക്യാൻഡിൽസ് കാണാൻ. എനിക്ക് തോന്നുന്നു ആൾക്കാരിത് വാങ്ങിക്കുന്നത് കത്തിക്കുന്നതിനേക്കാളും കൂടുതൽ അതൊരു ഷോ പീസായിട്ട് വെക്കാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ക്യാൻഡിലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മേക്കിംഗ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ അവിടെ കണ്ടത് ഒരു ത്രിഫ്റ്റ് ഷോപ്പായിരുന്നു. ത്രിഫ്റ്റ് ഷോപ്പല്ല, ഒരു ത്രിഫ്റ്റ് മാർക്കറ്റ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുണ്ട്. പുതിയ സാധനങ്ങളൊന്നുമല്ല, പല ഉപയോഗിച്ച സാധനങ്ങളും പല പഴയ സാധനങ്ങളും നമ്മൾ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇസ്മൈലോവോ ഡിസ്ട്രിക്റ്റിലുള്ള മെട്രോയിലോട്ടാണ്. നമുക്ക് മോസ്കോ സെൻട്രലിലോട്ടാണ് പോകാനുള്ളത്. പക്ഷെ മെട്രോ ഒന്നും അത്ര ക്രൗഡഡ് ഒന്നും അല്ല. അങ്ങനെ കുറച്ച് നേരത്തെ മെട്രോ യാത്രയുടെ ശേഷം നമ്മൾ അങ്ങനെ മോസ്കോയിലെത്തി. മോസ്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെംലിൻ സ്ക്വയറൊക്കെയുള്ള നമ്മുടെ ഹൈലൈറ്റ് ഓഫ് ദ റഷ്യ അല്ലെങ്കിൽ ഹൈലൈറ്റ് ഓഫ് ദ മോസ്കോ എന്നൊക്കെ പറയില്ലേ, അവിടെയാണ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രീറ്റ് വാക്കാണ്. അതായത് ഒരുപാട് കഫേഴ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ള ഒരു സിറ്റി വാക്ക് ടൈപ്പ്. നമ്മൾ ദുബായിലൊക്കെ കാണാറുള്ള പോലെ തന്നെ ഒരു സിറ്റി വാക്ക് വൈബാണ് അവിടെ. പക്ഷേ അവരുടെ ഒരു സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദറ്റ് കഫേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് നടന്ന് നമ്മൾ അവസാനം അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റഷ്യൻ കറൗസലില്ലേ, ആ ഒരു മൂവിങ് റൈഡ്, അതിനവർ റഷ്യൻ കറൗസൽ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പല രാജ്യത്ത് പോയിട്ടും ഈ ഒരു ഇതിൻ്റെ എക്സാക്റ്റ് കോപ്പി കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത് റഷ്യ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അതങ്ങനെ അതിൻ്റെ ഒരു ഒറിജിനൽ സാധനം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് കണ്ടിട്ട് അവിടെ കുറേ നേരം നിന്നുപോയി. നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുള്ളതല്ലേ, പക്ഷേ ഇതാണ് അതിൻ്റെ ജനിച്ച സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിൽ കയറി ആ കുതിരപ്പുറത്ത് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇരിക്കാൻ കിഡ്സിന് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിരുന്നു ദ റെഡ് സ്ക്വയർ. അതായത് എല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ റഷ്യയിലെത്തുമ്പോൾ ആ ഒരു റെഡ് സ്ക്വയർ കാണുക എന്നുള്ളത്. ശരിക്കും ആ ഒരു എൻട്രൻസിലോട്ട് നടന്നങ്ങ് കയറുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വേറൊരു വേൾഡിലെത്ത പോലൊരു ഫീലിംഗ് ആയിരുന്നു. ഡെഫിനറ്റ്ലി ദ കളർ ഇസ് റെഡ് ബിക്കോസ് ഓഫ് ഇറ്റ് ഇസ് റഷ്യ. കൺസ്ട്രക്ഷൻ്റെ ഒരു മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് അവിടുന്ന് ഒരു ഷോർട്ട് വാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിക്കോളായ സ്ട്രീറ്റിലെത്താൻ പറ്റും. ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. എപ്പോഴും ഒരു ഫെസ്റ്റീവ് ഡെക്കറേഷനും ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പെഡസ്ട്രിയൻ വാക്കാണ്. ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ബ്യൂട്ടി ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് രാത്രിയിലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തിനാ ഒരു ആൾക്കൂട്ടം.
അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഈ രണ്ടെണ്ണം എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ സ്തംഭിച്ചു പോയി ഇങ്ങോട്ട് തന്നെ നോക്കുന്നതെന്ന്. അതായത് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറാണ്, ഗമ്മാൾ എന്ന് പറയും. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. 1890 1892 ചെയ്തൊരു കൺസ്ട്രക്ഷനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് ലൊക്കേഷൻ ഇതാണ് ക്രെംലിൻ. ആ ബ്യൂട്ടിഫുൾ കളർഫുൾ ബിൽഡിംഗ് കാണുന്നില്ലേ, ഇതാണ് എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് നമ്മൾ റഷ്യയിലോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ റഷ്യനെ കുറിച്ച് ഏതെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു പിക്ചറായിരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് ഇത്, ക്രെംലിൻ പാലസ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു ഇൻസ്റ്റഗ്രാമിക് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തമാശയ്ക്ക് റെക്കോർഡ് ചെയ്തതാണ് ഈ ഹൈപ്പർ ലാബ്സ്. പിന്നെ ഈ ക്രെംലിൻ എന്ന് പറയുന്നത് നമ്മുടെ മോസ്കോ റിവറിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതൊരു വാക്കിംഗ് ബ്രിഡ്ജ് പോലെയുണ്ട്. സൈഡിലൊക്കെ കാണുന്നില്ലേ ഒരുപാട് ഫ്ലവേഴ്സും ചെടികളൊക്കെ വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബ്രിഡ്ജും കൂടെയാണിത്. അത് മോസ്കോ റിവറിൻ്റെ മുകളിലാണ്. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു വൈകുന്നേരം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വൈകുന്നേരമാണെങ്കിലും രാവിലെ ആണെങ്കിലും ചൂട് അധികം ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ നമ്മളവിടെ കുറേ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ ഒത്തിരി നേരം അവിടെ സ്ട്രീറ്റ് സ്ട്രോളിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മളത് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ക്രെംലിൻ വാൾ എന്നൊക്കെ പറയുന്നത്. അതായത് ഇവിടുത്തെ ആ ഒരു ലൊക്കേഷനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് ആ ബ്യൂട്ടിഫുൾ പിക്ചറും കാണാൻ പറ്റും. ശരിക്കും നമ്മളിവിടെ വന്നപ്പോൾ ശരിക്കും ഒരു ഫെയറി ലാൻഡിലേക്ക് എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ എപ്പോഴും നോക്കിയാലും ആൾക്കാർ കുറേ പിക്ചേഴ്സ് എടുക്കുന്നതാണ്. ശരിക്കും നമ്മൾ കുറേ പിക്ചേഴ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അതൊരു ഭയങ്കര അണ്ടർ എസ്റ്റിമേഷൻ ആവും. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലേസ്. ഇതിവിടുത്തെ ഒരു വേറെ മെട്രോ സ്റ്റേഷനാണ്. പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നമ്മൾ പറഞ്ഞില്ലേ ഓരോ മെട്രോ സ്റ്റേഷനും ഓരോ ഡിസൈനിലാണ് അവർ ചെയ്തേക്കുന്നത്. എല്ലാം യുണീക്കാണ്, ഒന്നും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വിചാരിച്ചു നിങ്ങളെ നിക്കോളസ്കായ സ്ട്രീറ്റിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണിക്കാമെന്ന്. ഞാൻ പറഞ്ഞില്ലേ ആ സ്ട്രീറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രാത്രിയിൽ. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ സ്ട്രീറ്റ് പെർഫോമൻസസും കാശിന് വേണ്ടിയാണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മോസ്കോയിൽ പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ മെട്രോ തന്നെയായിരുന്നു കമ്മ്യൂട്ടേഷന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ മെട്രോസ്. ഇപ്പോൾ അവിടുത്തെ ആ ഷാൻഡ്ലിയർ ലൈറ്റ്സ് തന്നെ നോക്കൂ. ഇത് എല്ലാ മെട്രോ സ്റ്റേഷനും യൂണിഫൈഡ് ഒന്നുമല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്, എല്ലാം യുണീക്ലി ബിൽട്ടാണ്. പിന്നെ അറിയാമല്ലോ സോവിയറ്റ് കാലത്ത് ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ അവിടുത്തെ മെട്രോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള എസ്കലേറ്റേഴ്സ് നോക്കിയാൽ തന്നെ കാണാം ഇറ്റ്സ് വെരി വെരി ഡീപ്പ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ, ഭയങ്കര ഡീപ്പാണ്. ഒത്തിരി തിരക്കൊന്നുമില്ല. ഇനി വീക്കെൻഡ് ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാനത് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നറിയില്ല. പക്ഷേ നിങ്ങളത് നോക്കൂ, അതിൻ്റെ ഒരു അറ്റം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും ഡീപ്പായിട്ടാണ് ഈ മെട്രോ അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് മോണമെൻറ്റ് ഓഫ് ദ കോൺക്കറർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ദൂരെ ആ കാണുന്ന ബിൽഡിങ്ങാണ് മോണമെൻറ്റ് ഓഫ് ദ കോൺക്കറർ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ അച്ചീവ്മെൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇത് 1964 ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ താഴെ തന്നെ അവരുടെ വാർ ഹീറോസിൻ്റെ ഓരോ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബിൽഡിംഗ് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സ്റ്റീലിൽ പണിതേക്കുന്ന സ്ട്രക്ചറാണ്. അതിൻ്റെ തെറ്റത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റോക്കറ്റ് അവർ വെച്ചിട്ടുള്ളത്. അത് ആക്ച്വലി സൂചിപ്പിക്കുന്നത് സ്പേസ് എക്സ്പ്ലോറേഷൻ്റെയും അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിനെയും കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1958 ആ സ്പുട്നിക് 1 എന്നുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻ അവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ശേഷം 1964 അതിൻ്റെ അച്ചീവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബിൽഡിംഗ് പണിതേക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള VDNKh എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു പവലിയൻ സെൻറ്റർ പോലെയുള്ള സ്ഥലത്തേക്കായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റുക, ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങാണത്. പിന്നെ അതിൻ്റെ ചുറ്റും തന്നെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി 1991 അവർ പണിതേക്കുന്നത്. ഒരു വലിയൊരു വാക്കിംഗ് ട്രയൽ ഉണ്ട് അതിൻ്റെ മുന്നിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. ഇതിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പില്ലർ ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഇവർ പറയുന്നത് മുന്നേ നമ്മുടെ സോവിയറ്റ് യൂണിയൻ ഫോൾ ആവുന്നതിന് മുന്നേ ഇതിൻ്റെ മുന്നിൽ ഒരു ലെനിൻ്റെ സ്റ്റാറ്റ്യൂ ഉണ്ട് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവിടെ ഇല്ല. സോവിയറ്റ് ഫോൾ ആയതിനു ശേഷം അത് അവരവിടെ നിന്ന് എടുത്ത് മാറ്റി.
പിന്നെ അതിൻ്റെ ചുറ്റും തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും കുറച്ച് വാട്ടർഫോളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ക്യാമറയിൽ കാണാനും നേരിട്ട് കാണാനും. അത് അതിൻ്റെ ഒരു ചുറ്റുപാടായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങും ബൊട്ടാണിക്കൽ ഗാർഡനും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്രെയിമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ കുറേ നേരം നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫോട്ടോഗ്രാഫ്സും ഇൻസ്റ്റാഗ്രാമിക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ തന്നെയുള്ള ഒരു ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഫൗണ്ടെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഓഫ് നേഷൻസ് ഫൗണ്ടെയിൻ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു 10-16 സ്റ്റാറ്റ്യൂസ് കവർ ചെയ്യുന്ന ഒരു സർക്കിളായിട്ടാണ് ഈ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോപ്പറിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂസാണ്. ഈ സ്റ്റാറ്റ്യൂസ് എന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ താഴെ നേഷൻസ് ഓഫ് യൂണിയനിലുണ്ടായിരുന്ന എല്ലാ കൺട്രീസിനെയാണ്, അതായത് ബെലറൂസ്, ലിത്വേനിയ, അർമേനിയ എന്ന കൺട്രീസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു കോമ്പൗണ്ടാണ്, എക്സിബിഷൻ സെൻ്ററാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഫൗണ്ടൻസ് ഉണ്ടായിരുന്നു, ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, പവലിയൻസ് ഉണ്ടായിരുന്നു, കുറേ സ്ട്രീറ്റ് പെർഫോമൻസും നമുക്ക് അന്നവിടെ കാണാൻ പറ്റി. ഇത് ഇവരുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. അത് റഷ്യൻ ലാംഗ്വേജിലായിരുന്നു, നമുക്കധികം മനസ്സിലായൊന്നുമില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ആ ഒരു ലൊക്കേഷനൊക്കെ ആയിട്ട് നല്ല സിങ്കായിട്ട് പോകുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരിങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ആൾക്കാർ ഇത് എൻഗ്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. ഒരു കാശിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇതൊരു സ്റ്റേജ് ബേസ്ഡ് പെർഫോമൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കൾച്ചറലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പം നമ്മുടെ അവിടെ പെരുന്നാളിനൊക്കെ ഉള്ള പോലെ ഒരുപാട് കുഞ്ഞ് എക്സിബിഷൻ ഷോപ്സും സാമ്പിൾ ടെസ്റ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹണി ആയാലും അല്ലെങ്കിൽ അവരുടെ കുറച്ച് റീജിയണൽ ബേസ്ഡ് പ്രോഡക്റ്റ് ബേക്കറി ഐറ്റംസ് ആയാലും ആൾക്കാർ വാങ്ങുന്നുമുണ്ട്, സാമ്പിളിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും അവിടുന്ന് ഇവിടുന്നൊക്കെ 2-3 കടയിലൊക്കെ കയറി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിയതൊന്നുമില്ല, ബിക്കോസ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ട് അതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കണ്ടു സൈഡിൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്കൈ ലൈൻ ഓഫ് റഷ്യ എന്ന് പറയാം. അപ്പം നമ്മൾ ഹോൾ റഷ്യ നോക്കിയിട്ട് തന്നെ എല്ലാം ഒരു സോവിയറ്റ് ടൈപ്പ് ബിൽഡിങ്സും പഴയ ബിൽഡിങ്സും ആയിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഒരു ന്യൂ മോഡേൺ മോസ്കോ എന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ ദുബായിലൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര സ്കൈ ക്രാപ്പേഴ്സ് ബിൽഡിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോഡൊക്കെ ക്രോസ് ചെയ്ത് ആ സൈഡിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ടാക്സിയും മെട്രോ ഒക്കെ യൂസ് ചെയ്തു, പിന്നെ എന്തുകൊണ്ട് ബസ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന്. അങ്ങനെയാണ് നമ്മൾ കിട്ടിയ ബസ്സിൽ വലിഞ്ഞ് കയറിയത്. ഇവിടത്തെയൊക്കെ പോലെ തന്നെയാണ്, ഒരു ടിക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ സെയിം തന്നെയാണ്, മെട്രോ കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നിkolskaya എന്ന മെട്രോ സ്റ്റേഷൻ്റെ ഒരു ഗേറ്റാണ്. ഞങ്ങളത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് ശരിക്കും ഒരു ഷോപ്പിംഗ് മാളിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൻ്റെ വലിയ വാതിൽ പോലെയുണ്ട്. ആ വാതിൽ പോലത്തെ ആയിരുന്നു ഉള്ളിലെയും ദൃശ്യങ്ങൾ. നിങ്ങളൊന്ന് നോക്കിയേ, ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. നമ്മളിവിടുത്തെ മെട്രോ സ്റ്റേഷൻ പോലെയൊന്നും അല്ല. അതിൻ്റെ ആ ഡിസൈൻസും ആ ഒരു പഴമയും അതിൻ്റെ ആ ഒരു ഷാൻഡ്ലേഴ്സിൻ്റെ ഒക്കെ ഡിസൈൻ, അത് ഭയങ്കര ഒരു മെസ്മറൈസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നുണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇതൊരു മെട്രോ ആണെന്ന്? ശരിക്കും ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങളും എന്നെ വിശ്വസിക്കില്ല. പക്ഷേ ഈ പോകുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, അതൊക്കെ മെട്രോ പിടിക്കാൻ അല്ലെങ്കിൽ സബ്വേ പിടിക്കാനുള്ള തിരക്കാണ്. പിന്നെ അവിടെ തന്നെ എല്ലാ മെട്രോ സ്റ്റേഷനും സബ്വേ ഉണ്ട്, അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രീറ്റ് പെർഫോമൻസ് ഇവരുടെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. എവിടെ ഒരു ചെറിയ ഡെഡിക്കേറ്റഡ് പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് പെർഫോമൻസ് ഉണ്ടാവും. അത് കാശിനോ അല്ലെങ്കിൽ ചില്ലറയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരിട്ട് പോയത് അലക്സാണ്ട്രോവ്സ്കി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇതൊരു അർബൻ പബ്ലിക് ഗാർഡനാണ്. കുറേ പേര് വാക്കിങ്ങിനും കമ്മ്യൂട്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഗാർഡൻ പണിതേക്കുന്നത് 1812-ലാണ്. അവിടെ ഉണ്ടായിരുന്ന വേറൊരു അട്രാക്ഷനാണ് ഇത് കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് ദ സേവിയർ എന്ന് പറയുന്ന ഒരു ചേർച്ചാണ്. അവിടുന്ന് പിന്നെ കുറേ സിറ്റി വൈബൊക്കെ മടുത്തപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ബസ്സൊക്കെ എടുത്തിട്ട് അവിടുന്ന് അടുത്തുള്ളൊരു ഫോറസ്റ്റ് ഏരിയ പോലെ, ഉള്ളിൽ തന്നെയുള്ളൊരു ഫോറസ്റ്റ് ഏരിയ പോലെ ഒരു റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് പോകാനും വരാനൊക്കെ ആയിട്ട് നമുക്ക് സെയിം കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ പോയാൽ മതി. നല്ല കുറേ വാക്കിംഗ് ട്രെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇരിക്കാനും സീറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ശരിക്കും ആ ഒരു സിറ്റിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു 10 minutes അവേ തന്നെ ഇങ്ങനൊരു ഫോറസ്റ്റ് ഏരിയ അവിടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു.
കുറച്ചൊരു വാട്ടർ കണ്ടൻഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഒരു റിവർ പോലെ. അവിടെ തന്നെ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫിഷിങ്ങിലൊന്നും അത്ഭുതമൊന്നുമില്ല, പക്ഷേ ഇയാൾ കാസ്റ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ലൂപ്പായിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അത് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളവും ഗ്രീനറിയൊക്കെ വന്നപ്പോൾ നല്ലൊരു പിക്ചറൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം പോലെ തോന്നി. അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡോഗ്സ് സ്വിം ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴേക്കും പിന്നെ കുറേ ഇരുട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നിക്കോളാസായ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് തന്നെ വന്നു. നമുക്ക് കുറച്ച് സുവനീറൊക്കെ മോസ്കോന്ന് വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു മോസ്കോയിൽ. പിറ്റേന്ന് രാവിലെ നമുക്ക് എന്തായാലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് പോകണം. അപ്പോൾ രാത്രിയായപ്പോൾ ശരിക്കും അവിടുത്തെ വിഷ്വൽസൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിൽ, രാവിലെ വന്നപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നില്ല. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സുവനീറൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല സ്ട്രീറ്റാണ്. വില കുറവെന്നൊന്നും ഞാൻ പറയില്ല, കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയാണ്. പക്ഷേ വേറെ രാജ്യങ്ങളിലെ പോലെയല്ല, ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ പർച്ചേസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വൈകുന്നേരം നല്ല ഒരു സായാഹ്നം നമ്മൾ അവിടെ എൻജോയ് ചെയ്തു. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ലൈറ്റിങ്ങൊക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു സ്റ്റാച്യൂസും വാട്ടർഫോളും ലൈറ്റിങ്ങൊക്കെ ഓണായി. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് വ്യൂ തന്നെയായിരുന്നു. അങ്ങനെ അതായിരുന്നു നമ്മുടെ മോസ്കോയിലെ 3 ദിവസം പെട്ടെന്ന് പോയി. സോ നെക്സ്റ്റ് വി വിൽ സീ യു ഇൻ ദ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വീഡിയോ. ഓക്കെ.